ഫാദർ, ഇവിടെ നിൽക്കുന്ന പശുക്കളുടെയൊക്കെ ഒരു പാൽ കപ്പാസിറ്റി ആവറേജ് ഏറ്റവും കൂടുതൽ പാലുള്ള ഏത് പശു ഇവിടെ നിൽക്കുന്നത്? ഏറ്റവും കൂടുതൽ പാലുള്ള ഈ മൊട്ടച്ചിയാണ് അല്ലേ? നല്ല ഒരു 35 ലിറ്റർ. പലർക്ക് ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഈ 15 അല്ല 20, 30 എന്നൊക്കെ പറഞ്ഞ് വിശ്വസിക്കുന്ന പല ആൾക്കാരും ഉണ്ട്. അല്ലേ? കറവാണെങ്കിൽ ഇവിടെ നിന്ന് കണ്ടാൽ മതി. പിന്നെ അതുപോലെ ഒരുപാട് HF ജേഴ്സി ക്രോസ് പശുക്കളുണ്ട്. നല്ല റെഡിൻ വൈറ്റ് വരുന്നത്. ഇതൊക്കെ എന്ത് പാലുണ്ട്? ആദ്യത്തെ പ്രസവം അതിന് 18 ലിറ്റർ പാലുണ്ട്. 18 ലിറ്റർ കിട്ടിയായിരുന്നു കന്നിയിൽ. നമ്മുടെ ഇവിടെ തന്നെ ജനിച്ച് വളർന്ന കുട്ടികളാണല്ലേ? അപ്പോൾ അതിൽ ഇവിടെ നമ്മൾ ബ്രീഡിങ് അങ്ങനെ എന്തെങ്കിലും നോക്കുന്നുണ്ടോ? ഇതിന്റെ കുട്ടിയാണത്. അത് ഇവിടെ നമ്മളിപ്പം ഈ പശുവിന്റെ കുട്ടികളൊക്കെ വളരെ വലുതായിരിക്കും, വലിയ കുട്ടിയായിരിക്കും, വലിയ സൈസുള്ള കുട്ടികൾ. ഈ HF അല്ലേ? ഇവക്ക് എത്ര പാലുണ്ടായിരുന്നു ഫാദർ? ഇവക്ക് 25 ലിറ്റർ ഒരു ദിവസം കിട്ടുന്ന ടൈപ്പ് നല്ല വി സൈസ് പശുവാണ്. നല്ല ബോഡി ആയിട്ടുള്ള പശുവാണ്. 11 മാസമായിട്ടുള്ള ആൾ. അത്യാവശ്യം ഇപ്പോഴേ ഫാദറിന്റെ തോൾപ്പൊക്കെ എത്തിയിട്ടുണ്ട് അല്ലേ? നല്ല ക്വാളിറ്റിയും ബ്രീഡിങ് അല്ല ക്രോസ് ചെയ്യാനൊക്കെ പറ്റിയ ടൈപ്പ്. ഇവരെ 3 കൊടുക്കാൻ ചന അറച്ച് വെച്ചേക്കണം അടുത്ത്. ഇത് എത്രാമത്തെ പ്രസവമാണ്? രണ്ടാമത്തെ. ഇത് രണ്ടാമത്തെ പ്രസവമാണ്. കഴിഞ്ഞില്ല അല്ലേ? 3 എണ്ണത്തെ കൊടുക്കാൻ ഫാദർ ഉദ്ദേശിക്കുന്നുണ്ട്. ഇവിളിപ്പോൾ അടുത്ത ചനയായിട്ട് ഇരിക്കുകയാണ് അല്ലേ? ഇവിടെ മോനാണ് നമ്മൾ നേരത്തെ കണ്ട അപ്പു. അപ്പുവിന്റെ അമ്മയാണ് ഇത് കേട്ടോ. ഇവക്ക് എത്ര പാല് കിട്ടിയായിരുന്നു ഫാദറെ? ഇവളുടെ ആദ്യത്തെ പ്രസവമായിരുന്നു. എനിക്ക് കൃത്യം അറിയത്തില്ല, എന്തായാലും 15 കൂടുതൽ കിട്ടിയിട്ടുണ്ട്. അത് 2 നേരം. ഇതും പുറത്തുനിന്ന് വന്നതല്ലേ? അതിനും അപ്പുറത്ത് എരുമയുണ്ട്. അവർക്ക് 2 പേർക്കുമാണ് കൂടുതലുള്ള ഇവിടെ നിൽക്കുന്ന എരുമ അല്ലേ? നല്ലൊരു എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള എരുമകളാണല്ലോ ഫാദർ. ഇതെല്ലാം ഇവിടെ തിരുവനന്തപുരത്ത് നിന്നൊക്കെ കൊണ്ടുവന്നിരിക്കുന്നതാണോ? ഇത് നമ്മൾ പഴയ ഇവിടെ ഉണ്ടായിരുന്ന എരുമയുടെ കുട്ടിയാണ്. നമ്മുടെ നാട്ടിൽ വീട്ടിൽ ഇവിടെ തന്നെ ഫാമിൽ തന്നെ ജനിച്ചു വളർന്ന കുട്ടിയാണ്. ഇവർക്ക് നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്. 2 പ്രസവിച്ചിട്ടുണ്ട്.